പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗ് പോലെ എടുക്കാനുള്ള പ്ലാൻ. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി കാപ്പി കുടിക്കണം. പിന്നെ അമ്മ അച്ഛനൊക്കെ എന്താണെന്ന് നോക്കണം. അമ്മ അടുക്കളയിലാണെന്ന് തോന്നുന്നു, അച്ഛൻ വണ്ടി ചെയ്യണമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും അമ്മ അച്ഛനൊക്കെ എന്ത് ചെയ്യണമെന്ന് പോയി നോക്കിയിട്ട് വരാം. ബാ. അപ്പോൾ അമ്മ അടുക്കളയിലാണ്ട്. ഇന്ന് സൺഡേ സ്പെഷ്യൽ ബീഫ് കറിയാണ്. അപ്പോൾ അമ്മ ബീഫൊക്കെ റെഡി ആയിക്കൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. ബീഫ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കാപ്പി കുടിക്കുമ്പോൾ കാപ്പി ഇന്ന് ദോശയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് കാപ്പി കുടിക്കുകയാണ്. കാപ്പി കുടിക്കുന്ന ടൈം 10 മണിയായി കേട്ടോ. സൺഡേ വേണ്ടി ഇങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇരിക്കും. അങ്ങനെ പിന്നെ വീടിനകത്ത് തൂത്തുവാരുകയും തുടക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ പണി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഫോണിൽ കളി. അത് എപ്പോഴും അങ്ങനെയാണ്, എല്ലാ ജോലി ചെയ്താൽ പിന്നെ കുറച്ച് സമയം ഫോണിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വണ്ടി ഇടുമ്പോൾ നമ്മൾ വീടിൻ്റെ താഴെയുള്ള ഒരു തോട്ടിൽ ഞാനും അച്ഛനും അനിയത്തിയും വണ്ടി കഴുകുമ്പോൾ ഏതാണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ മാസം ഏതെങ്കിലുമൊക്കെ ഞായറാഴ്ച ഞങ്ങളിങ്ങനെ 2 വണ്ടിയും കൊണ്ടിട്ട് കഴുകാറുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ പോയായിരുന്നു വണ്ടി. ഈ തോടിനെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങളും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ 2 വണ്ടിയും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫുള്ളാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ, എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാം. മുമ്പത്തെ വീഡിയോയിൽ വേറെ വണ്ടി കൊണ്ട് കഴുകി, ഇപ്പോൾ വേറെ വണ്ടി. അപ്പോൾ ഈ വണ്ടി ആരതാണ്, ഇത് എപ്പോഴാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ വണ്ടിയും കഴുകി, 2 വണ്ടിയും കഴുകിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ 2 വണ്ടിയും കഴുകി നമ്മൾ അവിടുത്തെ വെയിലത്ത് വെച്ച് തന്നെ ഉണക്കി സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ വീട്ടിൽ പോവേണം കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് കേട്ടോ. പിന്നെ ഞാൻ വണ്ടിയെ കൈവിട്ട് വന്നുകൊണ്ട് പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് സിമ്പിൾ മേക്കപ്പ് കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കുകയാണ്. ചോറിന് ഇന്ന് നല്ല കപ്പയും ബീഫ് കറിയായിരുന്നു കേട്ടോ. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യും പോലെ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ഉച്ചമയക്കം. അങ്ങനെ ഞാനും ചെറുതായിട്ടൊന്ന് ഉച്ചമയങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചമയക്കം കഴിഞ്ഞ് എഴുതിച്ചപ്പോൾ ചേച്ചി വിളിക്കുമെന്നും പറഞ്ഞ് അമ്മ ഇവിടെ വന്നു. അമ്മ ഫോണിൽ സംസാരിച്ചിരുന്ന സമയം ഞാൻ പിന്നെ അമ്മേരെ വീഡിയോയും കൂടെ അങ്ങ് എടുത്തിട്ട്, അതാണ് അമ്മ ചിരിക്കുന്നത്. അമ്മേരെ വീഡിയോ കൂടെ എടുത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയി കേട്ടോ. ചായയുടെ കൂടെ ഇന്ന് ഈ എന്തോന്ന് മരിച്ചീനി വറ്റല കേട്ടോ. അതാണ് ഇന്ന് ചായയുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതൊക്കെ ചായ കുടിച്ചു. ചായ കുടിക്കാൻ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അച്ഛൻ കുടിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൂക്കാൻ പോയി കേട്ടോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് തൂക്കണമായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങ് തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് സന്ധ്യയായപ്പോഴാണ് ഒരു പൂച്ച. ഈ പൂച്ച എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലെ പൂച്ചയാണ്. കുഞ്ഞമ്മയുടെ വീട് എൻ്റെ വീടിൻ്റെ കൂടെ അങ്ങ് അപ്പുറത്താട്ടോ. അവിടുത്തെ പൂച്ച ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പൂച്ചയെ കണ്ടെന്ന് വീഡിയോ എടുത്തതും പൂച്ച ഓടി. ഫോൺ കണ്ടെന്ന് പൂച്ച ഓടി. പിന്നെ അന്ന് ഞാൻ സന്ധ്യയായപ്പോൾ അമ്മ കണ്ട ഫോണിൽ സീരിയൽ കാണുക കേട്ടോ. അപ്പോൾ TV ഉണ്ട്. TV അങ്ങനെ ഇടാറില്ല. നല്ല സണ്ണ് കട്ടായി നമ്മൾ പിന്നെ യൂസ് ചെയ്യാറില്ല. ഇതാണ് TV കണ്ട. ഞാൻ മൂടി വെച്ചിങ്ങനെ കേട്ടോ. ഞാനെല്ലാം അച്ഛനാണ് കേട്ടോ മൂടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ ഇപ്പോൾ സീരിയലൊക്കെ ഫോണിലാണ് കാണുന്നത്, അമ്മയൊക്കെ. പിന്നെ അതുകൊണ്ട് നമ്മൾ TV അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ വീഡിയോ ഞാൻ ഇതിൽ കൂടി ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പത്തെ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കടയിൽ പോയി ഞാനും അമ്മയൊക്കെ സാധനം വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ. സാധനം വാങ്ങിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിലൊരു കടയുണ്ട് കേട്ടോ. വീടും കടയും കൂടെ ഒരുമിച്ച് അത്യാവശ്യം പലവ്യഞ്ജന സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള കടയാണ്. അങ്ങനെ ഇവിടത്തേക്ക് വാങ്ങിക്കുന്നതാണ് ഞാൻ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുള്ളത്. അമ്മ തന്നെയാണ് നടത്തുന്നത്. നമ്മളെ വീടിനടുത്തുള്ളവരൊക്കെ വന്ന് അങ്ങനെ വാങ്ങിക്കും. വീടും കടയും കൂടെ വീടിനോട് ചേർന്ന് തന്നെയാണ് കടയും കേട്ടോ. അതാണ് ഈ വീഡിയോ ഞാൻ ഇതിൽ കൂടെ ഇട്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ കുളിപ്പിച്ചിട്ടൊക്കെ വന്ന് സ്വട്ടപ്പൻ 2-നെ ഒതുക്കി നമ്മൾ ഷെഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ പോയി. ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് കഴിച്ച അതേ സംഭവങ്ങളാണ് ഇപ്പോഴും രാത്രിയും കഴിച്ചത്. പിന്നെ എപ്പോഴും എടുക്കേണ്ടത് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കുറച്ച് സമയം നമ്മൾ വെളിയിറങ്ങിയപ്പോൾ കേശു എൻ്റെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. അങ്ങനെ കേശു പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം കളിക്കും. അവ അങ്ങനെയാണ് കൈയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മളോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിന്നാൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ കളിച്ചുകൊണ്ട് അങ്ങ് നിൽക്കേണ്ടി. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കേശുവിൻ്റെ കൂടെ ഗുസ്തി കൂടിയിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്കി. അടുത്ത വീഡിയോ വരെ ബൈ.